PM ശ്രീ പദ്ധതിയിൽ നിലപാടില്ലാതെ മുൻ സർക്കാരും മുൻ വിദ്യാഭ്യാസ മന്ത്രിയും. കുട്ടികളുടെ ഭാവിയോർത്താണ് പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്ന് പറഞ്ഞ മുൻ മന്ത്രി തുടർ നടപടികൾ നടത്തിയില്ലെന്നും സ്വയം സമ്മതിക്കുന്നു. വിദ്യാർത്ഥികളുടെ ക്ഷേമമാണ് പ്രധാനമെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും ലക്ഷ്യം വച്ചത് കേന്ദ്ര ഫണ്ട് മാത്രം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് വിദ്യാർത്ഥികളെ ഭാവിയോർത്തതുകൊണ്ടാണ് എന്നാണ് മുൻപ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ വി ശിവൻകുട്ടി പറഞ്ഞത്. പാഠപുസ്തകത്തിലും പാഠ്യപദ്ധതിയിലും മാറ്റമുണ്ടാവില്ല, ഒരു സ്കൂളും അടച്ചു പൂട്ടുകയില്ല എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കാനുള്ള ശ്രമമാണ് ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പൊതുവിദ്യാലയങ്ങളെയും വിദ്യാഭ്യാസ അവകാശങ്ങളെയും അട്ടിമറിക്കുന്ന PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കരുത് എന്നാണ്. എന്നാൽ പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായാണ് കേന്ദ്ര സർക്കാർ PM ശ്രീ പദ്ധതി അവതരിപ്പിച്ചത്. വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനം, അനുഭവ അധിഷ്ഠിത പഠനം, നൈപുണ്യ വികസനം, മാതൃഭാഷ, പ്രാദേശിക ഭാഷയ്ക്ക് പ്രാധാന്യം, ഡിജിറ്റൽ വിദ്യാഭ്യാസം, തൊഴിൽ വിദ്യാഭ്യാസം, സമഗ്ര മൂല്യനിർണ്ണയ സ്കൂളുകൾ, ക്യാമ്പസുകൾ ഇവയെല്ലാം PM ശ്രീ സ്കൂളുകളിൽ മാതൃകാപരമായി നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നീണ്ടുപോകുമ്പോൾ നഷ്ടം പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കുമാണ്. ജനം, തിരുവനന്തപുരം.